സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തിവന്ന വൻ ക്രിമിനൽ സംഘത്തെ കയ്പമംഗലം പോലീസ് പിടികൂടി. കവർച്ച, വധശ്രമം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ കൂരിക്കുഴി സ്വദേശി തിണ്ടിയേക്കൽ വീട്ടിൽ ഹസീബ്, കൂട്ടാളികളായ നാട്ടിക സ്വദേശി എടക്കണ്ടിയിൽ വീട്ടിൽ ആകാശ് ബാബു, താന്യം പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേക്കുന്നത്ത് വീട്ടിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. 2026 ജൂൺ 22 തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ കൂരിക്കുഴിയിലുള്ള ഹസീബിന്റെ വീട്ടിൽ വെച്ചാണ് പ്രതികളെ പോലീസ് സംഘം വലയിലാക്കിയത്. ഈ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതായും ലഹരി ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നസീമുദ്ദീൻ IPSന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഹസീബിന്റെ പെരിഞ്ഞനത്തുള്ള വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലും പോലീസ് പിടിച്ചെടുത്തത്. പോലീസ് പരിശോധന നടത്തുന്ന സമയത്ത് 16 വയസ്സുള്ള നിയമവുമായി പൊരുത്തപ്പെടാത്ത ഒരു കുട്ടിക്ക് പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതായും പോലീസ് കണ്ടെത്തി. ഇതേ തുടർന്ന് പ്രതികൾക്കെതിരെ NDPS ആക്ടിനു പുറമെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹസീബ് മതിലകം, വലപ്പാട്, കയ്പമംഗലം, കാട്ടൂർ, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു കവർച്ച കേസിലും 3 വധശ്രമ കേസിലും ഇന്റർമീഡിയറ്റ് അളവിലുള്ള MDMA വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കേസിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ 2 കേസിലും 5 അടിപിടി കേസിലും കാപ്പ നിയമപ്രകാരമുള്ള നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച കേസിലുമടക്കം 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആകാശ് ബാബു ചാലക്കുടി, കാട്ടൂർ, അന്തിക്കാട്, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു കവർച്ച കേസിലും 2 വധശ്രമ കേസിലും ആയുധ നിയമപ്രകാരമുള്ള ഒരു കേസിലും 1 മോഷണ കേസിലും 16 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും 1 അടിപിടി കേസിലുമടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അരുൺ വലപ്പാട്, അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും 1 അടിപിടി കേസിലും പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SI അജാസുദ്ദീൻ, SI മണികണ്ഠൻ, GASIമാരായ ജോബി പോൾ, രാജേഷ്, നിഷി, GSCPO സുനിൽകുമാർ, CPO പ്രജിത്ത്, CPO ദിനേശ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.